ഹായ്, ഞാൻ രാജലക്ഷ്മി ഹരിദാസ്. ഞാൻ മുംബൈയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 36 വർഷമായി ഞാൻ മുംബൈയിലാണ്. അധ്യാപികയാണ്. ഇത് ഞങ്ങൾ 20 വർഷം മുമ്പ് പണിത ഒരു വീടാണ്. കഴിഞ്ഞ തവണ വെക്കേഷന് വന്നപ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൽ ഡിസൈൻ ഡ്രാഫ്റ്റിനെ കുറിച്ച് കാണാനും അവരുടെ കുറച്ച് വീഡിയോസ് കാണാനൊക്കെ ഇടയായത്. അപ്പോൾ ഞാനും മോനും കൂടെ ഡിസ്കസ് ചെയ്തപ്പോൾ എന്തുകൊണ്ടൊരു ചെറിയ റെനോവേഷൻ ആയിക്കൂടെ എന്ന് തോന്നി. അതിൻ്റെ ഫലമാണ് ഈ കാണുന്ന ഭംഗിയുള്ള ചേഞ്ചസ്. ഇൻസ്റ്റാഗ്രാമിൽ ഡിസൈൻ ഡ്രാഫ്റ്റിൻ്റെ കുറേ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഈ വീട്ടിലേക്ക് എന്തെല്ലാം പോസിബിൾ ആവുമെന്നതിനെക്കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാനും മോനും പിന്നെ മിസ്റ്റർ ബെന്നിയും ഒക്കെ കൂടെ ഡിസ്കസ് ചെയ്തുവെങ്കിലും അതിനെ വിഷ്വലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും എനിക്കുണ്ടായില്ല. പക്ഷേ പണിത് എല്ലാം തയ്യാറായി കഴിഞ്ഞപ്പോൾ ഇതൊരു അൺബിലീവബിൾ പ്രോജക്റ്റ് പോലെ എനിക്ക് തോന്നുന്നു. എനിക്ക് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഈ പാർട്ടീഷനാണ്. ഇതൊരു വലിയ ഹാളായിരുന്നു, സിംഗിൾ ഹാളായിരുന്നു. അതിനെ ഒരു പാർട്ടീഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഭംഗി പോകുന്നതാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാൽ എൻ്റെ കണക്കൂട്ടലൊക്കെ മാറി. ഏറെ മനോഹരമായ ഒരു യൂണിറ്റ്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വിളക്ക് കൊളുത്തുന്ന സ്ഥലമാണ്. ആ ഓം എന്ന് എഴുതിയതും ആ കൊച്ചു വിളക്കും, പിന്നെ എനിക്ക് വേണ്ട സാധനങ്ങൾക്ക് സൂക്ഷിക്കാനുള്ള ഒരു കുഞ്ഞു ഡ്രോവറും, ഒരുപാട് യൂട്ടിലിറ്റി ഉള്ളതുമാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഈസ്തറ്റിക് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ ബോംബെയിലായിരുന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് സപ്താഹങ്ങളൊക്കെ കൂടാറുണ്ട്, നാരായണീയം വായിക്കാറുണ്ട്. അപ്പോൾ ഞാനും ഹരിയേട്ടനും ഒരുപാട് ബുക്സ് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെക്കാൻ ഒരു സ്ഥലം കണ്ണിൻ്റെ മുന്നിൽ കണ്ടാലാണല്ലോ നമ്മൾ വായിക്കുക. അപ്പോൾ അത് സൗകര്യമായി. ഇവിടെ ഹരിയേട്ടൻ്റെ ചില സമ്മാനങ്ങൾ എപ്പോഴും കണ്ണിൽ കാണാനായിട്ട് ഇവിടെയൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഇത് സാധാരണ നമ്മുടെ കുറച്ച് റീഡിങ് ബുക്സ്, നല്ലൊരു ബുക്ക് ഷെൽഫ് കൂടെ ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് ഇങ്ങനെ ചെയ്തപ്പോൾ അതിൻ്റെ ഭംഗി കൂടിയെന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റോറേജ് എപ്പോഴും നമുക്ക് ആവശ്യമാണ്, സംശയമില്ല. എന്നാൽ അതിന് ഭംഗിയും അതിനൊരു കൗതുകവും ഒക്കെ ആകുമ്പോൾ അതിൻ്റെ യൂട്ടിലിറ്റി കൂടുന്നു. അത് എനിക്ക് വളരെ സന്തോഷമായി ഈ വർക്കിൽ. ഇതാണ് ഞങ്ങളുടെ സിറ്റിംഗ് ഏരിയ. ഒരുമിച്ചിരുന്ന് ചായ കുടിക്കാനും വർത്തമാനം പറയാനും TV കാണാനുമുള്ള സ്ഥലം. ഇത് നല്ല കോസി ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇതിൻ്റെ ഒരു ഭംഗി കൂട്ടാനായിട്ടാണ് നല്ല ഭംഗിയിൽ ഒരു വുഡൻ ടിൻറ്റൊക്കെ കൊടുത്തുകൊണ്ട് ഒരു ഫ്രെയിം, ഒരു പാനൽ ഓഫ് ലൈറ്റ്സ്. അത് അരുണ്ടയാണ് കേട്ടോ ഡിസൈനൊക്കെ. അത് ഈ മുറിയുടെ തന്നെ ഭംഗി ഒരുപാട് കൂട്ടിയെന്ന് തന്നെ വേണം പറയാനായിട്ട്. ഞാനിപ്പോൾ ഈ നടക്കുന്നത് ഈ വുഡൻ സ്ട്രിപ്പിലൂടെയാണ്. അതിനെ നന്നായി ഒരു ബോർഡറായി അതിനെ കൊടുക്കുന്ന ഒരു ഐവറി കളറിലുള്ള ഫ്ലോറിംഗ് ആണ് ഇവിടെ ഓൾറെഡി ഉള്ളത്. ഈ പാർട്ടീഷൻ്റെ ഈ സൈഡ് ഞങ്ങളുടെ ഡൈനിങ് ഏരിയയാണ്. നല്ല ഭംഗിയുള്ള വൈറ്റ് മാർബിൾ ഉള്ള ടേബിളും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ചെയേഴ്സുമാണ് കേട്ടോ. ഒരു സൈഡിലൊരു ബെഞ്ചും നല്ല കോസി കംഫർട്ടബിൾ ആയിട്ടുള്ള ചെയറും. ഇവിടെ അപ്പുറത്ത് ബുക്ക് ഷെൽഫ് ഉള്ളതുപോലെ ഇവിടെ ഒരു കുഞ്ഞ് ക്രോക്കറി യൂണിറ്റാണ് ഉള്ളത്. ഞാൻ അധികം ക്രോക്കറി ഒന്നും വാങ്ങി സൂക്ഷിച്ചിട്ടില്ല. ഇനി ഇവിടെ വന്നിട്ട് വേണം നിറയ്ക്കാനായിട്ട്. താഴെയും സ്റ്റോറേജ് തന്നിട്ടുണ്ട്, മുകളിലുമുണ്ട്. നല്ല ഭംഗിയുള്ള കർട്ടനും ഒരു ഷീർ കർട്ടനും അതിൻ്റെ ഒപ്പം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ നല്ല ഗ്രീനറിയാണ് അപ്പുറം കാണാൻ. നോക്കൂ, ഈ വാളിലുള്ള ഈ ഒരു അത്ഭുതം തന്നെ പറയാം. അത് ഡിസൈൻ ഡ്രാഫ്റ്റിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അവരുടെ ഒരു ആർട്ടിസ്റ്റിക് വർക്കാണിത്. ഇതിങ്ങനെ ഒരു പാനൽ ഇവിടെ ഇങ്ങനെ നന്നായി ഡിസൈൻ ചെയ്ത് തരുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും എനിക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതിൻ്റെ ഒപ്പം ഉള്ള ഈ ലൈറ്റിങ്ങും ഒക്കെ ഏതോ 5 സ്റ്റാറോ 7 സ്റ്റാറോ ഹോട്ടലിൽ ഇരുന്ന ഒരു പ്രതീതി. ഇനി കുറച്ച് ഫോട്ടോസ് നമ്മൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നീട്. അങ്ങനെ ഒരു ഫോട്ടോ വോളാക്കാനും ചാൻസ് ഉണ്ട്. ഇത് ഒരു TV യൂണിറ്റ്. TV ഞങ്ങളുടെ പഴയത് തന്നെയാണ്. എന്നാൽ അതിൻ്റെ ഒപ്പം ഈ ഒരു യൂണിറ്റ് വന്നപ്പോൾ അതിൻ്റെ കുറച്ച് ഭംഗി കൂടി. ഇതിന് സ്റ്റോറേജും തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ കുറച്ച് സ്റ്റേഷനറിയൊക്കെ വെക്കാനായിട്ട് ഒരു നല്ലൊരു സ്ഥലം. അതിന് താഴെ ഇലക്ട്രോണിക്സ് ഐറ്റംസൊക്കെ വെക്കാം. പിന്നെ നമുക്ക് ഡെയിലി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ കരുതാം.
നന്നായിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഇവിടെ ഒരു താഴെ ഒറിജിനലായിട്ടുണ്ടായിരുന്ന ഫ്ലോറിങ് കൂടാതെ ഒരു വുഡൻ പാനൽ പോലെ ഇങ്ങനെ അത് ഒരു വളരെ ഭംഗിയായി അതിനോട് നന്നായി ബ്ലെൻഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം അതും ഈ TV യൂണിറ്റുമൊക്കെ നല്ല നല്ല ചേർച്ച, അത് കാണാൻ നല്ലൊരു അഴക്, അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അതിൻ്റെ ഒപ്പം ഈ TV യൂണിറ്റിന് ബാക്കിൽ ഇങ്ങനെ ഒരു ഡിസൈൻ തരുമെന്നും എനിക്കറിയില്ലായിരുന്നു. ഇത് ഇത്ര ആർട്ടിസ്റ്റിക് ആവുമെന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ആ വുഡൻ ബോർഡേഴ്സും പിന്നിലുള്ള ഡിസൈനും ഒക്കെ ആകെ കൂടെ നല്ല പുതുമ തരുന്നു. 20 വർഷം മുമ്പുള്ള ഒരു വീടാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല, ബ്രാൻഡ് ന്യൂ. ഇനി ഡിസൈൻ ഡ്രാഫ്റ്റ് എനിക്ക് തന്ന ഏറ്റവും നല്ലൊരു സമ്മാനം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വീട്ടിലെ മുറിയാണ് എൻ്റെ കിച്ചൺ. നമുക്ക് കാണാം, വരും. നല്ല കളർ കോമ്പിനേഷൻ, നല്ല ഒരു ഗ്രീൻ, അതിൻ്റെ ഒപ്പം വുഡൻ വർക്ക്, നല്ല വീതിയുള്ള പ്ലാറ്റ്ഫോം, താഴെ ധാരാളം ഡ്രോവറും സ്റ്റോറേജ് സ്പേസും. നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് എടുക്കണമെങ്കിൽ അതിനകത്ത് ലൈറ്റിൻ്റെ സംവിധാനവും ഉണ്ട്. കൂട്, സ്റ്റോറേജ് സ്പേസ്, നല്ല ലൈറ്റ് പാനൽ, ധാരാളം കാറ്റും വെളിച്ചവും കിട്ടുന്ന ജനവാതിലുകളും ഉണ്ട് ഇവിടെ. സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. ഇത് ഒരു കോമൺ വാഷ് ഏരിയയാണ്. ഇതിൻ്റെ ഡിസൈൻ തന്നെ ഡിസൈൻ ഡ്രാഫ്റ്റിൻ്റെ ഒരു ആർട്ടാണ്. ക്ലേ കൊണ്ടുള്ള ഒരു വർക്കാണിത്. വളരെ മനോഹരമായ ഒരു ഡിസൈൻ, എന്നാലൊരു ചെറിയ പാർട്ടീഷൻ ഈ വാഷ് ഏരിയയിലേക്ക്. നല്ല ഭംഗിയുള്ള ഒരു മിറർ, അതിനൊരു ടച്ച് ലൈറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനൊരു ടച്ച് മിറർ കൂടെ കൊടുത്തിട്ടുണ്ട്, ടച്ച് ലൈറ്റ്. എന്ത് ഭംഗിയാണല്ലേ. ലൈറ്റ് സ്വിച്ചസ് ഒക്കെ വളരെ വൃത്തിയോടുകൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന് താഴെ ഒരു സ്റ്റോർ ഏരിയ കൂടെ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള ഈ ടോയ്ലറ്റ് ഐറ്റംസൊക്കെ ഇതിന് താഴെ വൃത്തിയായി സൂക്ഷിക്കാം. ഡിസൈൻ ഡ്രാഫ്റ്റിൻ്റെ മറ്റൊരു കലാവിരുന്ന് തന്നെയാണ് ഇത്. ഒരു എന്താ പറയുക, ഒരു പുരാതന ഫീൽ ഒക്കെ കിട്ടാനായി ഒരു ഇഷ്ടികയുടെയൊക്കെ ഡിസൈനിൽ ബെഡ്റൂമിൻ്റെ ഒരു കോർണറാണിത്. ഇത് ബെഡ്റൂമിൻ്റെ ഭംഗിയെ കൂട്ടും എന്ന് മാത്രമല്ല നല്ലൊരു കൂൾ ഫീലിംഗ് കൂടെ തരുന്നുണ്ട്. അപ്പോൾ നമുക്കൊക്കെ റിട്ടയറിങ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണല്ലോ, ജോലിയൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് കിടന്നുറങ്ങാൻ വരുമ്പോൾ ഇത് നല്ലൊരു ആംബിയൻസ് ആണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഡിസൈൻ ഡ്രാഫ്റ്റിന് ഒരുപാട് നന്ദി. ഈ ബെഡ്റൂമിന് പറ്റിയ കളർ കോമ്പിനേഷനാണ് കേർട്ടനൊക്കെ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു കൂൾ ഫീലാണ്. പകൽ സമയത്തായാലും രാത്രിയായാലും നല്ല കേർട്ടൻ്റെ സ്റ്റഫും തുണിയും ഏറെ നല്ലതാണ്. അതിൻ്റെ സ്റ്റിച്ചും അതിൻ്റെ പാറ്റേണും ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. ഇത് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിലെ ഈ വാർഡ്രോബാണ്. അതിൻ്റെ ഡോറിൻ്റെ പാറ്റേണും അതുകൂടാതെ തുറക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തപ്പിയെടുക്കാൻ സൗകര്യപ്പെടുന്ന രീതിയിൽ ലൈറ്റും അതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഡിസൈൻ ഡ്രാഫ്റ്റിൻ്റെ സ്പെഷ്യൽ ഇഫക്റ്റാണ്. ഭംഗിയുള്ള കേർട്ടൻ ഇവിടെയുമുണ്ട്. അത് റൂഫിൽ നിന്ന് തന്നെ തുടങ്ങുന്നതായതുകൊണ്ട് അതിന് ഒരു പ്രത്യേക ഭംഗി. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ മുംബൈയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നതെന്ന്. വെക്കേഷന് നാട്ടിൽ വരുമ്പോൾ സുഖമായി കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്യാനും നല്ല കംഫർട്ടോടു കൂടെ താമസിക്കാനുമായി അന്ന് 2005 പണിത വീടാണെങ്കിലും അതിന് വേണ്ട എല്ലാ ചേഞ്ചസും വരുത്തി ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ ഒരു ഡ്രീം ഹോമാക്കി തന്നത് ഡിസൈനർ ഡ്രാഫ്റ്റാണ്. സോഷ്യൽ മീഡിയയിൽ കൂടെയാണ് കണ്ടത്, പരിചയപ്പെട്ടത്. എങ്കിലും അതിൻ്റെ ഓരോ സ്റ്റെപ്പിലും അതിൻ്റെ പ്ലാനിങ്ങിലും അതിന് വേണ്ട ചേഞ്ചസ് വരുത്തുന്ന വേളയിലും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഡിസൈൻ ഡ്രാഫ്റ്റിൽ നിന്ന് ഞങ്ങൾക്കുണ്ടായത്. ഞാൻ വളരെ ഹാപ്പിയാണ്. അതിൻ്റെ ആ ഒരു പ്രോഗ്രസ് പറഞ്ഞ സമയത്തിന് തന്നെ അവരതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് തന്നു. നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് വേണ്ട മാറ്റങ്ങളും എല്ലാം വരുത്താനും നമ്മളോടൊപ്പം നിന്ന് ആ ഡ്രീം ഹോമിലേക്ക് ഞങ്ങളെ ലോഞ്ച് ചെയ്തു എന്ന് തന്നെ പറയാം. എൻ്റേത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങളുടേതുമായിരിക്കും. മോഡിഫിക്കേഷൻ ആണെങ്കിലും അഥവാ ഒരു പുതിയ പ്രോജക്റ്റ്, ഒരു പുതിയ വീട് പണിയാനാണെങ്കിൽ തന്നെ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക
ഡിസൈൻ ഡ്രാഫ്റ്റ് ഡിസൈനേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിനെ സമീപിക്കുന്നതാണ്. ഏറ്റവും പുതിയ രീതിയിലുള്ള പ്രോജക്റ്റ് അവർക്ക് തരാൻ സാധിക്കുന്നുണ്ട്. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മളെയും പറഞ്ഞ് മനസ്സിലാക്കി തന്നിരുന്നു. പലതും മാർക്കറ്റിൽ പുതുതായി വരുന്നതൊന്നും നമ്മൾ അറിഞ്ഞിരിക്കണമെന്നില്ലല്ലോ. അപ്പോൾ അതിനൊക്കെ നല്ല ഒരു ഗൈഡ് ലൈൻസ് തന്നെ അവർ തരുന്നുണ്ട്. എന്തായാലും ഒരു പുതിയ വീട് പണിയാനോ ഉള്ള വീട്ടിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസോ ഓൾട്ടറേഷൻസോ വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡിസൈൻ ഡ്രാഫ്റ്റ് ഡിസൈനേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് അവരെ സമീപിക്കുന്നത് ഏറ്റവും നല്ല ഐഡിയ ആയിരിക്കും. നിങ്ങൾ എന്തായാലും അത് എൻജോയ് ചെയ്യും. ഷുവർ.